മഞ്ഞുതുള്ളിയിലെ രണ്ടാമത്തെ ചിന്താശകലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ? അപ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും. ജിത്തുമോൻ്റെയും അന്തോണി അപ്പൂപ്പൻ്റെയും കഥ. എന്നാൽ കഥ തുടങ്ങാം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജിത്തുമോൻ അന്ന് പതിവ് പോലെ സ്കൂൾ ബാഗുമായി ആളുകൾക്കിടയിലൂടെ ഓളിയിട്ട് അന്തോണി അപ്പൂപ്പൻ്റെ അരികിൽ വന്നിരുന്നു. ഓ, അന്തോണി അപ്പൂപ്പനെ പറ്റി പറഞ്ഞില്ല അല്ലേ? അക്കരയ്ക്കുള്ള കടത്ത് വഞ്ചിയുടെ ഉടമയാണ് അന്തോണി അപ്പൂപ്പൻ. ഉറ്റവരും ഉടയവരുമില്ലാത്ത അപ്പൂപ്പന് സമ്പാദ്യമെന്ന് പറയാൻ ആ കൊച്ചു വഞ്ചി മാത്രം. മെല്ലിച്ച കൈകളിൽ തുഴയെടുത്ത് നിറഞ്ഞ പുഞ്ചിരിയോടും തിളങ്ങുന്ന കണ്ണുകളോടും അപ്പൂപ്പൻ ആളുകൾ കയറുന്നതും നോക്കി നിൽക്കും. ചോദിച്ചു വാങ്ങാതെ കടത്തിറങ്ങുന്നവർ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ നിറഞ്ഞ മനസ്സോടെ കൈക്കൊള്ളും. മഴയില്ലെങ്കിൽ കരയിൽ കയറ്റിയിട്ട വഞ്ചിയിലും, മഴ വന്നാൽ കടത്തിണ്ണയിലും അപ്പൂപ്പൻ അന്തിയുറങ്ങും. ജിത്തുമോൻ്റെ ഉള്ളിൽ അപ്പൂപ്പനൊരു വലിയ ഹീറോയുടെ സ്ഥാനമാണ്. അക്കരെ എത്തും വരെ അപ്പൂപ്പൻ പറയുന്ന സാഹസിക കഥകളുടെ ഓർമ്മകൾ ജിത്തുമോൻ്റെ മനസ്സിൻ്റെ ചെപ്പിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ജിത്തുമോൻ്റെ എല്ലാ സംശയവും അപ്പൂപ്പൻ തീർത്തു കൊടുക്കും. അന്നും ജിത്തുമോൻ ചോദിക്കാൻ കരുതി വെച്ചിരുന്ന ചോദ്യവുമായി വഞ്ചിയിൽ കയറുന്ന ആളുകളെ നോക്കിയ ശേഷം അന്തോണി അപ്പൂപ്പനോട് ചോദിച്ചു. അപ്പൂപ്പന് വീടുമില്ല, കൂട്ടുമില്ല, പിന്നെ അപ്പൂപ്പനെങ്ങനെ എത്ര സന്തോഷം? എനിക്ക് അപ്പൂപ്പൻ്റെ മുഖം കാണാൻ എന്തിഷ്ടാന്നോ? ഇവരെ പോലെ ഒന്നും അല്ലാട്ടോ അപ്പൂപ്പൻ. ജിത്തുമോൻ ശ്രദ്ധിച്ചു. തൻ്റെ ചോദ്യം കേട്ടിട്ടാവണം അപ്പൂപ്പൻ്റെ മുഖം കൂടുതൽ പ്രസന്നമായി. തുഴയെടുത്ത് മാറ്റിയെറുക്കുന്നതിനിടെ അപ്പൂപ്പൻ പറഞ്ഞു തുടങ്ങി. അതോ കുഞ്ഞേ, അന്ന് എൻ്റെ അമ്മ മരിക്കാൻ നേരം എന്നോട് പറഞ്ഞു, അന്ന് എനിക്ക് പ്രായം മോൻ്റെ അത്രയും വരും കേട്ടോ. അമ്മ എന്നോട് പറയുക, അന്തുമോനെ, നമുക്കിനി വേറെ ആരില്ല കേട്ടോ. അപ്പൻ തന്നേച്ചു പോയ ഈ കൊച്ചു വഞ്ചിയേ ഉള്ളൂ. ഇനിയുള്ള കാലം എൻ്റെ മോൻ ഇതും കൊണ്ടങ്ങ് ജീവിക്കണം. ആരോടും ഒന്നും എൻ്റെ മോൻ ചോദിച്ചു വാങ്ങരുത്. മക്കൾക്കുണ്ടേലില്ലേലും എപ്പോഴും മോൻ്റെ ഹൃദയവും മനസ്സും നന്നായിരിക്കണം. അപ്പം മുഖത്ത് നല്ല പ്രകാശവും കാണും. അത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം. അന്ന് അമ്മ ഇത് പറഞ്ഞിട്ട് ഇവിടം വിട്ട് പോണ നേരത്ത് അമ്മൂത്ത് എന്തു പ്രകാശാർന്നെന്നോ. ഇത് അമ്മ മാത്രം പറഞ്ഞതല്ല എൻ്റെ കുഞ്ഞെ, നമ്മുടെ വേദപുസ്തകത്തിലും ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, സന്തോഷമുള്ള ഹൃദയ മുഖത്തിന് പ്രകാശം തരണേന്ന്. നമ്മുടെ ഒക്കെ ഈ ചെറിയ ചിരി മതിയിലോ ഏതെങ്കിലും സങ്കടമുള്ള മനസ്സ് തടുക്കാൻ? അപ്പോൾ അവർക്കും സന്തോഷമാവില്ലേ? ചിരിച്ചുകൊണ്ട് വഞ്ചി കരയോട് അടുപ്പിക്കുമ്പോൾ അന്തോണി അപ്പൂപ്പൻ പറഞ്ഞു നിർത്തി. ആ ചിരി പകർന്നെടുത്ത ജിത്തുമോൻ അപ്പൂപ്പൻ്റെ കൈ പിടിച്ചിറങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്നുറച്ചു. ഈ പുഞ്ചിരി ഞാൻ എൻ്റെ കൂട്ടുകാർക്കും ടീച്ചർക്കും കൊടുക്കും. അപ്പോൾ അവരുടെ മനസ്സും പ്രകാശിക്കും, അവരുടെ മുഖവും പ്രകാശിക്കും. അവർക്ക് ആർക്കെങ്കിലും സങ്കടമുണ്ടെങ്കിൽ മാറൂലോ. ജിത്തുമോൻ പകർത്തിയെടുത്ത പുഞ്ചിരി നമുക്കും ഏറ്റെടുത്താലോ? അതെ, ഹൃദയത്തിൻ്റെ സന്തോഷം മുഖത്തെ പ്രസന്നമാക്കും. അത് മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കാൻ നമുക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു.